ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന് കേട്ടിട്ടില്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ കുറെ ടാബുലാർ ഡാറ്റ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിനെ നമുക്ക് ബാർ ചാർട്ടായിട്ടോ പൈ ചാർട്ടായിട്ടോ അങ്ങനെയുള്ള ഫോമിലേക്കൊക്കെ മാറ്റണമെങ്കിൽ നമ്മൾ ഡാറ്റ വിഷ്വലൈസേഷൻ എന്ന പ്രോസസ്സാണ് യൂസ് ചെയ്യുന്നത്. പൈത്തണിൽ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ലൈബ്രറിനെയാണ് സീബോൺ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൈത്തണിലെ സീബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറി യൂസ് ചെയ്തിട്ട് ബാർ ചാർട്ടും പൈ ചാർട്ടും ഒക്കെ വളരെ കളർഫുള്ളായിട്ട് പ്ലോട്ട് ചെയ്യാം എന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഇനി നമുക്ക് ഡാറ്റ വിഷ്വലൈസേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡാറ്റ എന്നതാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റയാണ് ഉള്ളതെന്ന് വിചാരിക്കാം. ഇതിനെ വിഷ്വലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ പൈ ചാർട്ടോ ബാർ ചാർട്ടോ ഒക്കെ ആക്കി മാറ്റുമ്പോൾ അത് ആളുകൾക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫിഷ്യന്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റ വളരെ ലെങ്തി ആയിട്ടുള്ള ഡാറ്റയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ലെങ്ത് ആയിട്ടുള്ള ഡാറ്റേനെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആക്കി മാറ്റുമ്പോൾ ടെക്നിക്കലും നോൺ ടെക്നിക്കലും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ആ ഡാറ്റ മനസ്സിലാക്കാനും അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റേനെ വിഷ്വലൈസ് ചെയ്യണ സമയത്ത് ഓരോ ഡാറ്റകളുടെ കോറിലേഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെയുള്ള ട്രെൻഡുകളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എക്സ്പ്ലോറേഷൻ ആൻഡ് ഡിസ്കവറി എന്നുള്ളതാണ്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റകൾ വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ ഒരു ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നെക്സ്റ്റ് ഇനിയുള്ള ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ഈ ഡാറ്റയുടെ ഒരു പ്ലോട്ടിംഗ് ഒക്കെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പൈത്തണിൽ ഇതുപോലെയുള്ള ഡാറ്റ വിഷ്വലൈസേഷന് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് സീബോൺ എന്ന് നമ്മൾ പറഞ്ഞു. സീബോൺ കൂടാതെ പൈത്തണിലെ തന്നെ ലൈബ്രറി ആയിട്ടുള്ള നംപൈ, പാണ്ടാസ്, മാറ്റ്പ്ലോട്ട്ലിപ്പ് തുടങ്ങിയിട്ടുള്ള ലൈബ്രറികൾ ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. നംപൈ, പാണ്ടാസ് തുടങ്ങിയ ലൈബ്രറിനെ കുറിച്ചിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഐ ബട്ടണിൽ പോയിട്ട് വീഡിയോ ചെക്ക് ചെയ്യാം. അതിനുശേഷം ഈ വീഡിയോ കാണാം. ഇനി ഈ ലൈബ്രറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിഫറെൻറ്റ് സ്റ്റൈലിലും കളേഴ്സിലൊക്കെ ഉള്ള ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യാന്ന് നമുക്ക് വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ് ഇതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതിൽ നമ്മൾ കിട്ടിയ ഡാറ്റേനെ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു CSVയിലുള്ള ഡാറ്റേനെ എങ്ങനെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വലി റെപ്രസെൻ്റ് ചെയ്യും, ഒരു ഗ്രാഫോ പ്ലോട്ടോ വഴി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇതിൽ നമുക്ക് വേറൊരു ലൈബ്രറിയും കൂടി ആവശ്യമുണ്ട്, മാറ്റ്പ്ലോട്ട്ലിപ്പ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ലൈബ്രറിയും കൂടി നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യണം. മെയിനായിട്ട് നമ്മൾ 4 ടൈപ്പ് ഗ്രാഫുകളായിരിക്കും പ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക. അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലൈൻ ചാർട്ടുകൾ എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നതാണ് നോക്കുക. ഇതാണ് ലൈൻ ചാർട്ട്. പിന്നെ സ്കാറ്റേർഡ് ചാർട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കും. പിന്നെ പൈ ചാർട്ടുകൾ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ലാസ്റ്റ് ബാർ ചാർട്ട് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ 4 ചാർട്ടുകൾ നമ്മുടെ കയ്യിലുള്ള CSV ഫയലിൻ്റെ ഡാറ്റ വെച്ചിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ലൈൻ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നതാണ്. ലൈൻ ചാർട്ട് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു data.csvയിൽ കുറച്ച് ഡാറ്റകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏജ്, ജെൻഡർ, സാലറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ നെയിമിനെ വെച്ചിട്ട്, ഏജിനെ വെച്ചിട്ട്, നെയിമിനെ വെച്ചിട്ട്, സാലറീനെ വെച്ചിട്ടുള്ള ഗ്രാഫുകളൊക്കെയാണ് വരയ്ക്കുക. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ലൈബ്രറീസ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിൽ പാണ്ടാസ് വേണം. പാണ്ടാസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ഇനി സീബോൺ ആണ് വേണ്ടത്. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ സീബോൺ. ഇതിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് വേണ്ടത് മാറ്റ്പ്ലോട്ട്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറിയാണ്. അപ്പോൾ പിപ്പ് ഇൻസ്റ്റാൾ മാറ്റ്പ്ലോട്ട്ലിപ്പ്. ഓക്കെ, ഈ 2 ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള ലൈബ്രറീസിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇമ്പോർട്ട് ആദ്യം പാണ്ടാസിനെ ഇമ്പോർട്ട് ചെയ്യാം. പാണ്ടാസ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് എന്തായിരുന്നു, PD എന്നായിരുന്നു. ഈ നെക്സ്റ്റ് സീബോണിനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇമ്പോർട്ട് സീബോണിനെ റെപ്രസെൻ്റ് ചെയ്യാൻ SNS എന്നാണ് കൊടുക്കുക. അപ്പോൾ SNS എന്ന് കൊടുത്തു. നെക്സ്റ്റ് വേണ്ടത് മാറ്റ്പ്ലോട്ട്ലിപ്പ് ആണ്. അത് ഇമ്പോർട്ട് മാറ്റ്പ്ലോട്ട്ലിപ്പ് .py പ്ലോട്ട് PLT എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 3 ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഏത് ഡാറ്റേനെ വെച്ചിട്ടാണോ നമ്മൾ ഡാറ്റ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത് ആ ഡാറ്റേനെ ഇവിടേക്ക് കൊണ്ടുവരണമല്ലോ, റീഡ് ചെയ്യിക്കണം. അപ്പോൾ ഇവിടെ data.csv ആണുള്ളത്. അപ്പോൾ ഡാറ്റേനെ റീഡ് ചെയ്യിക്കാനായിട്ട് ഓൾറെഡി നമുക്ക് പാണ്ടാസിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് റീഡ് ചെയ്യിക്കാം. അപ്പോൾ അതിൽ പാണ്ടാസിൽ pd.read csv എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ ഏതിനെയാണോ റീഡ് ചെയ്യേണ്ടത് അതിൻ്റെ പേര് കൊടുക്കുക. അവിടെ data.csvനെയാണ് റീഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കതൊരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. df എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ dfൽ നമ്മുടെ data.csvയിലെ ഡാറ്റകളുണ്ട്. വേണമെങ്കിൽ അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് df ഇത് വെച്ചിട്ടുള്ള ഗ്രാഫിനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നെക്സ്റ്റ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനുള്ള ഫങ്ഷൻസ് കൊടുക്കാം. അതിൽ SNS നമ്മുടെ സീബോണിൻ്റെ ഉള്ളിൽ ലൈൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട് കണ്ടോ, ലൈൻ പ്ലോട്ട്. ഈ മെത്തേഡിൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. എക്സിൽ എന്ത് വരണം എന്ന് കൊടുക്കണം, വൈയിൽ എന്ത് വരണം എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ എക്സിൽ വരേണ്ടത് നമ്മൾ ആദ്യം ഏജ് വെച്ചിട്ടുള്ള ഗ്രാഫാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ എക്സിൽ നെയിമും ഏജും വെച്ചിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ തന്നെ എക്സ് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കുക. എക്സിൽ എന്താണ് വേണ്ടത്, എക്സ് ഈക്വൽ ടു നെയിം. അപ്പോൾ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എഴുതി കൊടുത്ത കോളത്തിൻ്റെ പേര് വേണം എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ നെയിമിൽ തന്നെ ക്യാപ്പാണ്, അതേപോലെ എഴുതി കൊടുക്കണം. കോമ y ഈക്വൽ ടു വൈയിൽ എന്താണ് വരേണ്ടത്, ഏജ് ആണ്, പേജ്. ഇനി ആ പ്ലോട്ട് ചെയ്യാനുള്ള ഗ്രാഫ് ഡാറ്റയും കൊടുക്കണം അല്ലേ. അപ്പോൾ ഡാറ്റ ഈക്വൽ ടു dfലാണ് നമ്മുടെ ഗ്രാഫ് ഉള്ളത്. അപ്പോൾ df എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ എക്സിൽ എന്താണ്, വൈയിൽ എന്താണ്, ഏത് ഡാറ്റേനെയാണ് വരയ്ക്കേണ്ടത് അതിൻ്റെ പേര് നമ്മൾ dfലാണ് നമ്മുടെ ഡാറ്റ, ആ ഡാറ്റയും കൂടി പറഞ്ഞു കൊടുത്തു. നമുക്കതൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യാം. ലൈൻ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇപ്പോൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, എക്സിൽ ഒരു ടൈറ്റിൽ കൊടുക്കണം അല്ലേ. ടൈറ്റിൽ കൊടുക്കണം, എക്സിന് ഒരു ടൈറ്റിൽ കൊടുക്കണം, വൈൻ്റെ ഭാഗത്ത് ഒരു ടൈറ്റിൽ കൊടുക്കണം, ഗ്രാഫിന് മൊത്തം ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങളും കൂടി ചെയ്യാം. അപ്പോൾ ലൈൻ പ്ലോട്ടിലാണ് നമ്മുടെ വരച്ച ഭാഗം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഡോട്ട് ഇട്ടിട്ട് അടുത്ത മെത്തേഡ് സെറ്റ് ടൈറ്റിൽ എന്നാണ് അതിൻ്റെ പേര്. സെറ്റ്_ടൈറ്റിൽ വിളിച്ചു. എന്താണ് ടൈറ്റിൽ കൊടുക്കേണ്ടത്, എന്താണ് ഇവിടെ ഏജ് ബൈ നെയിം ആണ്. അപ്പോൾ ഏജ് ബൈ നെയിം, ഏജ് നെയിമും വെച്ചിട്ടുള്ള ഗ്രാഫല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തു. ഇനി നെക്സ്റ്റ് എക്സിൽ എന്ത് വരണം, അപ്പോൾ ലൈൻ പ്ലോട്ട് ഡോട്ട് സെറ്റ്_xlabel എന്ന് പറഞ്ഞിട്ട് ഒരു മെത്തേഡ് ഉണ്ട്. xlabelനെ വിളിച്ചു. ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സിൽ എന്താണ് എക്സിൽ വരേണ്ടത്, നെയിമിനെ വയ്ക്കാം നമുക്ക്. അടുത്തത് ലൈൻ പ്ലോട്ട് ഡോട്ട് സെറ്റ്_ylabel. ylabelൽ എന്താണ് കൊടുക്കുക, നമ്മൾ ഏജ് കൊടുക്കാം, ഏജ്. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി ഈ ഗ്രാഫ് ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, മാത്ത് പ്ലോട്ട് ലിപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PLT എന്നാണ് കൊടുത്തേക്കണത്. PLT.ഷോ എന്ന് പറഞ്ഞിട്ട് ഉള്ള മെത്തേഡ് കോൾ ചെയ്താൽ മതി. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ടൈറ്റിൽ വന്നിട്ട് ഏജ് ബൈ നെയിം ആണ് വന്നേക്കണേ. എക്സിൽ നമുക്ക് ഓരോ ആളുകളുടെയും പേര് വന്നിട്ടുണ്ട്. ഏജ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ടൈറ്റിൽ വൈയിൽ വന്നിട്ടുണ്ട്, അതിൽ അവരുടെ വയസ്സ് വന്നിട്ടുണ്ട്. ഈ ഡാറ്റ വെച്ച് നമുക്ക് നോക്കി നോക്കാം. ഡാറ്റയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജോണിനാണ് ഏറ്റവും കുറവ് വയസ്സ്, 25. അപ്പോൾ ഇവിടെ വന്നിട്ട് 25ൻ്റെ അവിടെയാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ ബോബിനാണ് ഏറ്റവും കൂടുതൽ, 35. അപ്പോൾ ബോബിന് ഇവിടെ 35ൻ്റെ അവിടേക്കാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങളുടെ കമ്പനിയിലുള്ള ആളുകളുടെ വയസ്സിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം ആർക്കാണ് വയസ്സ് കൂടുതൽ കുറവെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ഇനി ഇതുപോലെ സാലറിക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ സാലറിക്ക് വരയ്ക്കാം. ഇവിടെ വന്നിട്ട് ഏജിന് പകരം സാലറി എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വൈയിൽ സാലറി വരും. അപ്പോൾ ഇവിടെ ഞാൻ സാലറി. ഇനി സാലറി ബൈ നെയിം എന്ന് പറഞ്ഞ ഗ്രാഫാണല്ലേ. അപ്പോൾ സാലറി ബൈ നെയിം എന്ന് ഹെഡിങ് കൊടുത്തു. ഈ നെയിം ഇവിടെ വൈയിൽ വരുന്നത് സാലറിയാണ്. അപ്പോൾ സാലറി കൊടുത്തു. ഓക്കെ, ഇനി നോക്കാം. സാലറി വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് പ്ലോട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഡാറ്റ വെച്ച് നോക്കാം. ഇവിടെ ഏറ്റവും കുറവ് സാലറി മേടിക്കുന്നത് ജോണാണ്. ജോണിന് വന്നിട്ട് ഇത്രയാണ് സാലറി വന്നേക്കുന്നത്. ഇനി ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്ന ആൾ ബോബാണ്. ബോബിനാണ് ഏറ്റവും കൂടുതൽ സാലറി വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു സാലറി പ്ലോട്ടും കൂടി നമ്മൾ ലൈൻ പ്ലോട്ടിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലൈൻ പ്ലോട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ സ്കാറ്റർ ചാർട്ടാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഏജിനെയും സാലറിനെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രാഫാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം സീബോണിനെ എടുക്കുക, SNS ഡോട്ട്. അതിലൊരു മെത്തേഡ് ഉണ്ട് സ്കാറ്റർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട്, അത് കോൾ ചെയ്യാം.
ഇനി അതിൻ്റെ ഉള്ളിൽ എക്സിൽ എന്താണോ വരുന്നത് അത് കൊടുക്കുക. അപ്പോൾ എക്സ് ഈക്വൽ ടു ഏജ് ആണ് വരുന്നത്, ഏജ്. വൈയിൽ സാലറി കൊടുക്കാം. ഇനി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇത് പ്ലോട്ട് ചെയ്യുന്നത്? ഏജും സാലറിയും നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹ്യൂ എന്ന് പറഞ്ഞു കൊടുക്കാം, നെയിം. ഇനി ഏത് ഡാറ്റയാണോ അതും കൂടി പറഞ്ഞു കൊടുക്കാം. ഡാറ്റ ഈക്വൽ ടു DF ആണല്ലേ, DFലാണ് നമ്മുടെ ഡാറ്റ ഉള്ളത്, അത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിന് നമുക്കൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്ത് വെക്കാം. സ്കാറ്റർ പ്ലോട്ട് എന്ന് തന്നെ പറയാം, സ്കാറ്റർ. ഓക്കെ, അപ്പോൾ സ്കാറ്റർ പ്ലോട്ടിൽ നമ്മുടെ പ്ലോട്ട് ഉണ്ട്. ഇനി അതിന് എന്തൊക്കെ സെറ്റ് ചെയ്യണം? അതിനെ ഒരു ടൈറ്റിൽ സെറ്റ് ചെയ്യണം, എക്സ് ലാബിൽ എന്താണ് എഴുതിയേക്കുന്നത്, വൈയിൽ ഒരു ലാബിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കാറ്റർ പ്ലോട്ട് എന്ന് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് സെറ്റ് ടൈറ്റിൽ എന്നുള്ള മെത്തേഡ് വിളിക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. എന്താണ്? ഏജ് സാലറി ഗ്രാഫ് ആണല്ലേ, അപ്പോൾ അത് കൊടുക്കാം. ഏജ് സാലറി, ഏജ് വേഴ്സസ് സാലറി. ഇനി എന്താണ് എക്സ് ലാബിലായിട്ട് കൊടുക്കുന്നത്? അതാണ് അടുത്തത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്കാറ്റർ പ്ലോട്ട് ഡോട്ട് സെറ്റ് എക്സ് ലാബിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വിളിച്ചു. എക്സിൽ എന്താണ് വരുന്നത്? ഏജ് ആണ്, അപ്പോൾ ഏജ് കൊടുത്തു. നെക്സ്റ്റ് സ്കാറ്റർ പ്ലോട്ട് ഡോട്ട് സെറ്റ് വൈ ലാബിൽ കൊടുത്തു. വൈയിൽ എന്താണ്? സാലറിയാണ് കൊടുക്കുന്നത്, അപ്പോൾ സാലറി. ഇനി ഇതിനെ ഷോ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് വിളിച്ചു. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു സ്കാറ്റർ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലെന്താണ്? നമുക്ക് ആദ്യം വന്നിട്ട് ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട് അല്ലേ, ഏജ് സാലറി എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിൽ വന്നിട്ടുണ്ട്. ഇനി എക്സിലാണെങ്കിൽ ഏജ് വന്നിട്ടുണ്ട്, വൈയിലാണെങ്കിൽ സാലറി വന്നിട്ടുണ്ട്. ഇനി ഹ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾ നെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെയിമിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാലറി ഏജ് ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഏജ് സാലറി സ്കാറ്റർ ചാർട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ടാവുക. നമ്മളിനി പൈ ചാർട്ട് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ പൈ ചാർട്ടിൽ തന്നെ സാലറി നെയിമും വെച്ചിട്ടുള്ള ഒരു പൈ ചാർട്ടാണ് പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ data.csvനെ നമ്മൾ റീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡാറ്റയിലേക്ക്. ഇനി നെക്സ്റ്റ് എന്തിൻ്റെ ബേസിലാണോ നമ്മൾ ചാർട്ട് വരയ്ക്കാൻ പോകുന്നത് അവരെടുക്കുകയാണ്. അപ്പോൾ നെയിമും സാലറി ആണല്ലോ, അപ്പോൾ നെയിം എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഡാറ്റയിലത്തെ നെയിമിനെ വെക്കാം. അതുപോലെ സാലറി പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സാലറി. ഡാറ്റയിലത്തെ സാലറി എന്ന് പറഞ്ഞിട്ടുള്ളതിന് വെക്കാം, സാലറി എന്ന് പറഞ്ഞ ഫീൽഡ് എടുക്കും. ഓക്കെ, നെക്സ്റ്റ് പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റ്പ്ലോട്ട്ലിപ്പിലത്തെ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് PLT എന്ന് കൊടുക്കുക, ഡോട്ട് ഇട്ടിട്ട് ആ മെത്തേഡ് പൈ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു മെത്തേഡ് ഉണ്ട്, അത് കോൾ ചെയ്യാം. ആർഗ്യുമെൻ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് വെച്ചാൽ കൊടുക്കുക. അതിൽ ആദ്യത്തെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ പൈ ചാർട്ട് വരയ്ക്കാൻ പോകുന്ന ഡാറ്റ എന്താണോ ആ ഡാറ്റേനെ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പൈ ചാർട്ട് വരയ്ക്കാൻ പോകുന്ന ഡാറ്റ സാലറിയുടെ ബേസിലാണ്. ആദ്യത്തെ ആർഗ്യുമെൻ്റ് ആയിട്ട് സാലറി എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് അതിൻ്റെ ലേബൽസായിട്ട് നമ്മൾ നെയിമാണ് കൊടുക്കുന്നത്. അപ്പോൾ ലേബൽസ് എന്ന് പറഞ്ഞിട്ട് ലേബലായിട്ട് കൊടുക്കാൻ പോകുന്നത് നെയിമിൻ്റെ വേരിയബിൾ. അപ്പോൾ നെയിംസ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇട്ടിട്ട് അടുത്ത ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടോ PCT എന്ന് പറഞ്ഞിട്ട് ഒരു ആർഗ്യുമെൻ്റ് ആണ്. അപ്പോൾ അതിലെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൊടുക്കേണ്ടത് %1.1 എന്ന് കൊടുക്കുന്നുണ്ട്. ഇതതിൻ്റെ ഒരു ഫോർമാറ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത് ഈ 1.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയിന്റ് എത്ര നമ്മളൊരു പെർസെൻറ്റേജ് വെക്കില്ല. ആ പെർസെൻറ്റേജിൽ ഓട്ടോ CPT എന്ന് പറഞ്ഞാൽ സാലറിയുടെ പെർസെൻറ്റേജ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഒരു പൈ ചാർട്ട് വരയ്ക്കുന്നുള്ളതാണ്, അതിൽ വാല്യൂസ് കാണിക്കുന്നുള്ളതാണ്. അപ്പോൾ അതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എത്ര വാല്യൂസ്, ഡെസിമലിൻ്റെ മുന്നേ എത്ര വാല്യൂസ് കാണിക്കണം എന്നാണ് 1 എന്ന് പറഞ്ഞേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡെസിമലിൻ്റെ ശേഷം എത്ര വാല്യൂസ് കൊടുക്കണം എന്നാണ് അടുത്ത പോയിന്റ് കഴിഞ്ഞിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മാറ്റി കൊടുത്ത് നോക്കി നോക്കാം. ഇപ്പോൾ 1.1 എന്ന് എഴുതാം. അതിന് ശേഷം നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ PLT ഡോട്ട് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് കോൾ ചെയ്യുക. അതിനുള്ളിൽ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ സാലറി ഡിസ്ട്രിബ്യൂഷൻ ടൈറ്റിൽ കൊടുക്കാം. ഇനി നെക്സ്റ്റ് അതിനെ ഷോ ചെയ്യിക്കാം. PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് കോൾ ചെയ്തു. ഇനി റൺ ചെയ്ത് നോക്കാം. ഓട്ടോ PCTയുടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട്. PCTനെ റൺ ചെയ്ത് നോക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് സാലറി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു പൈ ചാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലേബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. സാലറിയുടെ ബേസിസിൽ സാലറിയുടെ പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിട്ട് അതിനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവർ. അതിൻ്റെ ഓരോ പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട്. ഇതിൽ 100ൽ എത്ര പെർസെൻറ്റേജ് സാലറി ആലീസിന് കിട്ടുന്നു, എത്ര പെർസെൻറ്റേജ് ബോബിന് കിട്ടുന്നു ഒക്കെയാണ് കാണിക്കുന്നത്. ഇനി അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ പൈയിൽ കൊടുത്തിട്ടുള്ള സാലറി എന്ന് പറയുന്നതിൻ്റെ ഒരു ഇതാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ പെർസെൻറ്റേജ്. പിന്നെ അതിൻ്റെ ലേബൽസ് ആയിട്ട് കണ്ടോ, ആലീസ് ജോൺ എന്ന് പറഞ്ഞിട്ട് ലേബൽസ് നെയിമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓട്ടോ PCT എന്ന് പറയുന്നത് 1.1. ഇപ്പോൾ 1.2 എന്നാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു 2 വാല്യൂസ് കൂടി എടുക്കുന്നുള്ളതാണ്. അതൊന്ന് വേണമെങ്കിൽ കൊടുത്തു നോക്കാം നമുക്ക്. ഉണ്ട്. അപ്പോൾ 2 വാല്യൂസ് എടുത്തിട്ടുണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ സാലറി ഡിസ്ട്രിബ്യൂഷൻ്റെ സാലറി നെയിമും വെച്ചിട്ടുള്ള ഒരു പൈ ചാർട്ടാണ് വരച്ചത്. അപ്പോൾ ഇതിൽ തന്നെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് കൂടുതൽ സാലറി, കുറവ് സാലറി എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓരോ പെർസെൻറ്റേജ് വാല്യൂസും മനസ്സിൽ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് നമ്മൾ ബാർ ചാർട്ട് എങ്ങനെ വരയ്ക്കുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ബാർ ചാർട്ടിലാണെങ്കിൽ നമ്മൾ നെയിമും ഏജും വെച്ചിട്ടുള്ള ഒരു ബാർ ചാർട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബാർ ചാർട്ട് വരയ്ക്കാം. അപ്പോൾ ബാർ ചാർട്ടിനായിട്ട് ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിലേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SNS എന്ന് വിളിക്കുക. SNS നമ്മുടെ സീബോണാണ്. സീബോണിൻ്റെ ഉള്ളിലൊരു മെത്തേഡാണ് ബാർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട്. ബാർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് കോൾ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ആദ്യം എക്സിൽ എന്താണ് വരേണ്ടത് അത് കൊടുക്കുന്നു. എക്സിൽ നമ്മൾ നെയിം കൊടുക്കാം, നെയിം. ദെൻ വൈ വാല്യൂ എന്താണ് വരേണ്ടതെന്ന് വെച്ചാൽ അതിൽ കൊടുക്കുന്നത്. അപ്പോൾ വൈയിലുള്ള ലേബൽ എന്താണെന്ന് വെച്ചാൽ ഏജാണ്, ഏജ് കൊടുത്തു. ഇനി എക്സും വൈയും ഏതിനെ അടിസ്ഥാനമാക്കിയിട്ട് വരയ്ക്കേണ്ട ആ ഡാറ്റ കൊടുക്കുക അടുത്ത ആർഗ്യുമെൻ്റായിട്ട്. ഇതൊരു കോമ വേണം. ഡാറ്റ ഈക്വൽ ടു, ഡാറ്റയുടെ പേര് DF എന്നായിരുന്നു. ഇപ്പോൾ DF എന്ന് കൊടുത്തു. ഇത്രയും കൊടുത്താൽ മതി. എക്സിലേക്ക് എന്താണോ ലേബൽ വേണ്ട, വൈയിലേക്ക് എന്താണോ ലേബൽ വേണ്ട, ഏത് ഡാറ്റേനെ അടിസ്ഥാനപ്പെടുത്തിയാണോ വരയ്ക്കേണ്ടത് അത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് SNS ബാർ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ് യൂസ് ചെയ്തത്. അതിൽ എക്സിൽ ഏത് വാല്യൂസാണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു, വൈയിൽ ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു, ഏത് ഡാറ്റേനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് അടുത്തത് ടൈറ്റിലൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതിന് ബാർ ചാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിനെ വിളിക്കുക, വേരിയബിളിനെ എടുക്കുക, എന്നിട്ട് സെറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് വിളിക്കണം. അതിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു, ഏജ് ബൈ നെയിം, അതിനൊരു ടൈറ്റിൽ കൊടുത്തു. ഇനി എക്സിൽ എന്താണോ ലേബൽ വരേണ്ടത് അത് കൊടുക്കാം. അപ്പോൾ ബാറിൽ ബാർ ചാർട്ട് ഡോട്ട് സെറ്റ് എക്സ് ലേബൽ എന്ന് കൊടുക്കാം. എക്സിൽ എന്താണ് ലേബലായിരുന്നത്, നെയിം. അപ്പോൾ നെയിം എന്ന് എഴുതി കൊടുത്തു. ദെൻ വൈയിൽ എന്താണോ അത് കൊടുക്കാം. അപ്പോൾ ബാർ ചാർട്ട് ഡോട്ട് സെറ്റ് വൈ ലേബൽ, വൈയിൽ എന്താണ് ഏജ്. ഇനി അതിനെ പ്ലോട്ട് ചെയ്യാനായിട്ട് PLT ഡോട്ട് ഷോ എന്ന് പറഞ്ഞ മെത്തേഡ് വിളിക്കാം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഏജും നെയിമും വെച്ചിട്ടുള്ള ഒരു ബാർ ചാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എക്സിൽ ഇവിടെ ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. എക്സിൽ നെയിമാണ് കൊടുത്തേക്കുന്നത്, വൈയിൽ ഏജ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏജ് ഉള്ളത് ബോബിനാണ്, അതിൻ്റെ ഗ്രാഫാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ 25 ഉള്ളത് ജോണിന്. അപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് വന്നു. ഇനി ഇതിനെ നിങ്ങൾക്ക് കളർഫുൾ ആക്കണം എന്ന് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് കുറച്ചും കൂടി കളർഫുള്ളായിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് വിളിച്ച് കൊടുത്താൽ മതി. ഫോം ഇട്ടിട്ട് പെലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ മെത്തേഡ് വിളിക്കുക, ഈക്വൽ ടു മ്യൂട്ടഡ് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, മ്യൂട്ടഡ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കളർഫുള്ളായിട്ടുള്ള ഗ്രാഫ് കിട്ടും. കണ്ടോ, അപ്പോൾ ഓരോരുത്തർക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ് കിട്ടും. ഇനി സാലറിയുടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വൈയിൽ സാലറി എടുക്കാൻ പറയണം. അപ്പോൾ ഇവിടെ ഞാൻ സാലറി ആക്കി കൊടുക്കുന്നുണ്ട്, ഏജിന് പകരം സാലറി. അപ്പോൾ നമുക്ക് ഇവിടെ സാലറി എന്ന് കൊടുക്കാം. ടൈറ്റിൽ സാലറി ബൈ നെയിം എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി റൺ ചെയ്ത് നോക്കാം. സാലറി അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ബോബാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ബാർ ചാർട്ട് വഴി ഗ്രാഫ് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. ചെറിയൊരു CSV ഫയലിൻ്റെ ബേസിൽ ഒരു 4 ഗ്രാഫുകൾ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചെറിയ ഡാറ്റ വെച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം കൂടുതൽ ഡാറ്റകൾ സെർച്ച് ചെയ്തിട്ട്
ഇതുപോലെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൈത്തണിലെ സീബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ലൈബ്രറീനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. സീബോണിനെ പോലുള്ള പല ലൈബ്രറികൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡാറ്റ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.